ഹായ്, ദിസ് ഇസ് റോസ്മി. കൊച്ചിയിലെ ഒരു സൂപ്പർ ലൊക്കേഷനിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് നോക്കുന്ന ഫാക്ടേഴ്സ് എപ്പോഴും ലൊക്കേഷൻ, പ്രൈസ്, ക്വാളിറ്റി ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കാറ്. സോ ഇന്നത്തെ ഒരു പ്രോപ്പർട്ടി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം കൊച്ചിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനാണ് നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ. അതും നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് 75 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ ഒരു പ്രോജക്റ്റിലേക്ക്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് 75 മീറ്റേഴ്സ് മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു ലൊക്കേഷനാണിത്. വൈറ്റില സൈഡ്, എടപ്പള്ളി സൈഡ്, തമ്മനം സൈഡ് അല്ലെങ്കിൽ MG റോഡ് എല്ലായിടവും നമുക്ക് പാലാരിവട്ടം എല്ലായിടത്തും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. 60 സെൻസിൽ 48 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ചെറിയ യൂണിറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ 3 and 4 BHK യൂണിറ്റ്സ് ആണ്. ഒരു ഫ്ലോറിൽ 4 യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 4 യൂണിറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡും ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അത് തൊട്ടടുത്തുള്ള ഫ്ലാറ്റുമായിട്ട് കോമൺ പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അത് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. 1554 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് 3 BHK. 2107 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് 4 BHK വരുന്നത്. 48 യൂണിറ്റ്സേ ഉള്ളൂ. വലിയ അപ്പാർട്ട്മെന്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം പോസിബിൾ ആവുന്ന നമ്മുടെ ഇഷ്ടത്തിന് 2 അപ്പാർട്ട്മെന്റ്സ് എടുത്ത് കമ്പൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തൊട്ടടുത്തടുത്തുള്ള അപ്പാർട്ട്മെന്റ്സ് എടുക്കാം, ഇല്ലെങ്കിൽ മേളും താഴെയായിട്ട് എടുക്കാം. കുറച്ചും കൂടെ വലുപ്പത്തിൽ കിട്ടുന്നതാണ്. സോ ഒരു നല്ലൊരു റേറ്റ്, എനിക്ക് പ്രൈസ് കാറ്റഗറിയാണ് ഏറ്റവും ഒരു അട്രാക്ഷൻ ആയത്. കാരണം നാഷണൽ ഹൈവേയിൽ നിന്ന് 75 മീറ്റേഴ്സും പിന്നെ വരുന്നതും റോഡ് ഫ്രണ്ടേജ് തന്നെയാണ്. എറൗണ്ട് ഒരു 25 lakhs പെർ സെന്റിന് ലാൻഡ് വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് വരുന്നത്. ഗ്രൗണ്ട് പ്ലസ് 13 ഫ്ലോറാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും അപ്പാർട്ട്മെന്റ്സ് അല്ല. അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ്. ഗ്രൗണ്ട് ഫസ്റ്റും കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോമൺ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കോമൺ അമ്യൂണിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല പ്ലാന്റ്സിനും അല്ലെങ്കിൽ ഒരു ഗ്രീനറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് കാറുകളിലേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സിംഗിൾ കാർ പാർക്കിങ്ങിലും EV ചാർജിങ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കോമൺ ഏരിയ ഫുള്ള് സോളാർ പ്രൊവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പ്രോജക്റ്റിൽ അപ്പാർട്ട്മെന്റ്സിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പാകത്തിന് ഒരു സ്ക്വയർ ഫീറ്റ് പോലും വെറുതെ വേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ UDS പോർഷൻ ആണെങ്കിൽ 3 BHK എടുക്കുന്നവർക്ക് 1.1 സെൻറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ 4 BHK എടുക്കുന്നവർക്ക് 1.5 സെൻസോളം കിട്ടുന്നുണ്ട്. നാഷണൽ ഹൈവേയിൽ നിന്ന് 75 മീറ്റേഴ്സേ ഉള്ളൂ. എറൗണ്ട് ഒരു 25 lakhs പെർ സെൻറ്റിന് വാല്യൂ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു നല്ലൊരു പോർഷൻ തന്നെയാണ് ലാൻഡിൽ കിട്ടുന്നത്. കോമൺ ഏരിയ പെർസെൻറ്റേജ് 16.64% മാത്രമാണ് പോകുന്നുള്ളൂ. അതൊരു വളരെ കുറവാണ് പോകുന്നത്. ശരിക്കും വളരെയധികം കോമൺ ഏരിയ പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പം അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാർ വരുമ്പം നമ്മളോട് ചോദിക്കും, എനിക്ക് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ സ്പേസ് വേണം, പുറത്തിങ്ങനെ കുറേ സ്പേസ് ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ ഫ്ലാറ്റിന് ഉള്ളിൽ വേണമെന്ന് ചോദിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. വെള്ളം നമ്മളെപ്പോഴും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് കൊച്ചിയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നവർ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം എങ്ങനെയാണ് എന്ന് ചോദിക്കും. വെൽ വാട്ടർ അത് ഡ്രിങ്കിങ് ക്വാളിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും കൊച്ചിയിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ വെള്ളത്തിന് യാതൊരു ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. വെൽ വാട്ടർ ഡ്രിങ്കിങ് ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ ബോർവെല്ലും KWയുടെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊരു ക്ഷാമം വരില്ല, നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും. ആ ഒരു അഷ്വറൻസ് ആ ലൊക്കേഷനിൽ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കംപ്ലീഷൻ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കുന്നത് 5 yearsലേക്കാണെങ്കിലും ബിൽഡർ ഫോക്കസ് ചെയ്യുന്നത് ഒരു 30 monthsനുള്ളിൽ അപ്പാർട്ട്മെൻറ്റ്സ് തീർത്തിട്ട് ഒരു 6 monthsനുള്ളിൽ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുക്കണം എന്നാണ്. കാരണം യൂണിറ്റ്സ് അധികം ഒന്നുമില്ല, 48 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഡേറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ്, നല്ലൊരു ലൊക്കേഷൻ. കാരണം വെച്ചാൽ നിങ്ങൾ സൈറ്റ് വന്ന് കാണും.
ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. കാരണം പിന്നെ ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി, പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നാഷണൽ ഹൈവേയോട് ചേർന്നിട്ട് ഒരു റീസണബിൾ പ്രൈസിൽ അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പ്രൈസ് കാറ്റഗറി 3 BHK 4 BHK അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നല്ല ഗ്രീനറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലൊരു ലൊക്കേഷൻ, വളരെ റീസണബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന, അധികം യൂണിറ്റ്സ് ഇല്ലാതെ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ 3 and 4 BHK മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു 3 and 4 BHK അപ്പാർട്ട്മെന്റ് വിത്ത് ഓൾ അമ്യൂണിറ്റീസ് നിങ്ങൾ അപ്പാർട്ട്മെന്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൾ മീ ഫോർ മോർ ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച്.